സീരിയൽ കില്ലർമാർ ഒരേപോലുള്ള ഒന്നിലധികം കൊലകൾ നടത്തുന്നവരാണ്. ലോകത്ത് വളരെ ക്രൂരവും പൈശാചികവുമായ ധാരാളം കൊലകൾ നടത്തിയ സീരിയൽ കില്ലർമാരെ നാം പരിചയപ്പെട്ടിട്ടുണ്ട്. സീരിയൽ കില്ലർമാർ എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഞങ്ങളുടെ ചാനലിൽ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന സീരിയൽ കില്ലർ കഥ മെക്സിക്കോയിൽ നിന്നുള്ളതാണ്. മറ്റുള്ളവയിൽ നിന്നും ഒത്തിരി വ്യത്യസ്തവുമാണ്. ബലാത്സംഗത്തിന് ശേഷം ചിലരുടെ മൃതദേഹം കൊത്തി നുറുക്കി നായ്ക്കൾക്കും ചിലരുടേത് ചെറിയ കഷ്ണങ്ങളാക്കി വറുത്തു തിന്നുകയും ചെയ്യുന്ന തികച്ചും വ്യത്യസ്തനായ ഒരു സീരിയൽ കില്ലർ. മെക്സിക്കോയെ ഏറെ ഭീതിയിലാക്കിയ കൊലപാതകത്തിലെ പ്രധാന പ്രതിയുടെ വെളിപ്പെടുത്തലിലെ ചില ഭാഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. യുവാൻ കാർലോസ് എന്ന യുവാവിന് പൈശാചികമായ ഇത്തരം കൃത്യങ്ങൾക്ക് കൂട്ടുനിന്നത് ഭാര്യയായ പെട്രീഷ്യ ആയിരുന്നുവെന്നതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. 20 സ്ത്രീകളെ കൊലപ്പെടുത്തിയതിനാണ് ആ ദമ്പതികൾ പിടിയിലായത്. എന്നാൽ മെക്സിക്കോയിലെ എക്കാഡപ്പെക്കിലെ അന്വേഷണ സംഘത്തിന് പിടിയിലായ ദമ്പതികളുടെ വെളിപ്പെടുത്തലുകൾ കേട്ട് നടുക്കം മാറിയിട്ടില്ല. ചെറുപ്പത്തിൽ അമ്മയോട് തോന്നിയ വൈരാഗ്യമായിരുന്നു യുവാവ് സ്ത്രീകളോട് തീർത്തിരുന്നതെന്നാണ് പോലീസ് വിശദമാക്കുന്നത്. സീരിയൽ കില്ലർമാരുടെ കഥകൾ പരിശോധിച്ചു നോക്കിയാൽ തങ്ങളുടെ വളർച്ചയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നേരിടേണ്ടി വന്ന ചില പ്രത്യേകതരം പ്രതിസന്ധികൾ കാരണമായാണ് ഇവരുടെ മാനസിക നില ഇത്തരത്തിൽ ആയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇരകളെ വശീകരിച്ച് ലൈംഗികമായി ഉപയോഗിച്ച ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു ഇയാളുടെ രീതി. സംഭവം നടക്കുന്ന മെക്സിക്കോയിലെ കാട്ടപ്പ എന്ന നാടിന് വളരെ നീചമായ ഒരു മുഖം തന്നെയുണ്ട്. മെക്സിക്കോയിലെ തന്നെ ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ് എക്കാഡപ്പെക്. കുട്ടികളെ കൊണ്ടുപോകുന്ന ചെറിയ ട്രോളിയിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങളുമായി ഒക്ടോബർ 4-നാണ് ഇവർ പിടിയിലായത്. വിശദമായ ചോദ്യം ചെയ്യലിലാണ് 6 വർഷം നീണ്ട കൊലപാതക പരമ്പരയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ താൻ ഇനിയും സ്ത്രീകളെ കൊലപ്പെടുത്തുമെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മാനസികമായി ഇത്തരം കൊലകൾ നടത്തുന്നതിനോട് ഇയാൾ വളരെയധികം പൊരുത്തപ്പെട്ടു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇരകളാക്കപ്പെടുന്നവരുടെ മൃതദേഹത്തിൽ നിന്ന് എടുത്ത അസ്ഥികൾ ഇവർ വിറ്റിരുന്നെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. തൻ്റെ ഇരകളെ കണ്ടെത്തുന്നതിനു വേണ്ടി വളരെ വ്യത്യസ്തമായ ഒരു രീതിയായിരുന്നു ഇവർ അവലംബിച്ചത്. നഗരത്തിൻ്റെ പല ഭാഗത്തു നിന്നും വീട്ടുജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന പരസ്യം നൽകിയായിരുന്നു ഇരകളെ ആകർഷിച്ചിരുന്നത്. ദമ്പതികൾക്ക് ഗുരുതര മാനസിക തകരാറുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മനഃശാസ്ത്ര വിദഗ്ധരുടെ സഹായത്തോടെ നടത്തിയ ചോദ്യം ചെയ്യലിൽ നിന്നാണ് കൊലപാതക പരമ്പരയുടെ ചുരുളഴിയുന്നത്. 3 മക്കളോടൊപ്പം കഴിയുന്ന വീട്ടിൽ തന്നെയായിരുന്നു ഇവർ കൊലപാതകങ്ങൾ നടത്തിയിരുന്നത്. യുവതികളും മധ്യവയസ്കകളും ഇവരുടെ ഇരകളായിട്ടുണ്ട്. അടുത്തിടെ കാണാതായ ഒരു യുവതിയുടെ ഫോൺ കോൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ദമ്പതികൾക്കെതിരായ വിവരം പോലീസിന് ലഭിക്കുന്നത്. പല പുരുഷന്മാരുമായി ബന്ധമുണ്ടായിരുന്ന യുവാവിൻ്റെ അമ്മയോടുള്ള അടങ്ങാത്ത പകയാണ് സ്ത്രീകളോടുള്ള അതിക്രമത്തിൻ്റെ പ്രധാന കാരണമായി കണക്കുകൂട്ടുന്നത്. കൊലപാതകത്തിന് ശേഷം മൃതദേഹങ്ങൾ കഷ്ണമാക്കി വറുത്ത് കുട്ടികൾക്ക് നൽകിയിട്ടുണ്ടെന്നും ദമ്പതികൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. വളർത്തുനായ്കൾക്ക് കൊടുത്തതിന് ശേഷമുള്ള ശരീരഭാഗങ്ങൾ ഉന്തുവണ്ടിയിലാക്കി നഗരത്തിലെ പ്രാന്തപ്രദേശങ്ങളിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഇവരുടെ രീതിയെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.